കൽപ്പാത്തി രഥോത്സവം തുടങ്ങിയിട്ട് 7 ദിവസത്തോളമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി രാവിലെ ഒന്ന് കൽപ്പാത്തിയിൽ പോയി കളയാന്ന്. അങ്ങനെ വണ്ടി ഒരു സ്ഥലത്ത് ഒതുക്കി വെച്ചിട്ട് കൽപ്പാത്തി മൊത്തം ഒരു ഓട്ട പ്രദർശനം വെച്ചു കൊടുത്തു. അവിടെ അമ്മമ്മമാരൊക്കെ കോലം വരയ്ക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. അമ്പലങ്ങളിലൊക്കെ പതിവിൽ കവിഞ്ഞ തിരക്കായിരുന്നു. രഥോത്സവത്തോടനുബന്ധിച്ചാണെന്ന് തോന്നുന്നു കച്ചേരിയൊക്കെ കേൾക്കായിരുന്നു. മാത്രമല്ല ചെറുകിട കച്ചവടക്കാരൊക്കെ എല്ലാ വീടിൻ്റെയും മുന്നിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരുന്നു. അവരുടെ ഊണും ഉറക്കവും ഒക്കെ ആ റോഡരികിൽ തന്നെയായിരുന്നു കേട്ടോ. ഉത്സവത്തോടനുബന്ധിച്ച് മറ്റു നാടുകളിൽ നിന്നൊക്കെ ആൾക്കാർ എത്തിയിട്ടുണ്ടായിരുന്നു. കൂടാതെ ഫോട്ടോഗ്രാഫേഴ്സും ചാനലുകാരും ഒക്കെ കൂടി ഒരു ബഹളം തന്നെയായിരുന്നു. രഥോത്സവത്തിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് രഥങ്ങൾ തന്നെയാണ് അല്ലേ. രഥങ്ങളൊക്കെ അമ്പലത്തിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഒതുക്കിയിട്ടിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. ഈ കാണുന്ന പോലെയല്ല, നാളെ ഇവൻ്റെ രൂപം അങ്ങ് മാറും. മൊത്തം അലങ്കരിച്ച് വിഗ്രഹങ്ങളൊക്കെ വെച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരിക്കും കാണാൻ. അത് കണ്ടറിയേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഒരു തവണയെങ്കിലും എല്ലാവരും രഥോത്സവം ഒന്ന് കാണുക തന്നെ വേണം. കൽപ്പാത്തി രഥോത്സവത്തിനെ കുറിച്ച് കൂടുതൽ അറിയാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാകും അല്ലേ. രഥോത്സവത്തിനെ കുറിച്ച് അറിയുന്നതിന് മുന്നേ കൽപ്പാത്തിയെക്കുറിച്ചൊന്ന് പറയാം. കൽപ്പാത്തിയുടെ കൾച്ചർ എന്ന് പറയുന്നത് ഒരു തമിഴ് കൾച്ചറാണെന്ന് നമുക്കറിയാം. അതിനൊരു കാരണമുണ്ട്. കൽപ്പാത്തിയിൽ ഇന്നുള്ളവരുടെ പൂർവികർ എല്ലാവരും തന്നെ കാവേരിക്കരയിൽ താമസിച്ചിരുന്ന വേദപണ്ഡിതന്മാരും സംഗീതജ്ഞരും ഒക്കെ ആയിരുന്നു. 12ാം നൂറ്റാണ്ടോടു കൂടി അവർക്കവിടെ പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും അങ്ങനെ അതിൽ നിന്നും കുറച്ചു പേർ പാലക്കാടേക്ക് വരികയുമായിരുന്നു. അവർക്ക് ഇവിടെ താമസിക്കാൻ പ്രധാന ആകർഷണമായത് കാവേരിയോട് സാമ്യം പുലർത്തിയിരുന്ന നമ്മുടെ ഭാരതപ്പുഴയായിരുന്നു. അങ്ങനെ അവർ പാലക്കാട് രാജസ്വരൂപത്തിലെ ശേഖരിവർമ്മ രാജാവിനെ കാണുകയും അദ്ദേഹം അവരെ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ പാലക്കാടിന്റെ പല ഭാഗങ്ങളിലായി അഗ്രഹാരങ്ങൾ പണിതുയർത്തി. ആ സമയത്താണ് ലക്ഷ്മി അമ്മാൾ എന്ന ഒരു ബ്രാഹ്മണ സ്ത്രീ കാശിയിൽ നിന്നും ഒരു ബാണലിംഗം പാലക്കാടേക്ക് കൊണ്ടുവരികയും അഗ്രഹാരങ്ങൾ ഉള്ളിടത്ത് സ്ഥാപിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് കൽപ്പാത്തിയിൽ ഇന്നു കാണുന്ന ശിവക്ഷേത്രം ഉണ്ടാകുന്നത്. തമിഴ്നാട്ടിലൊക്കെ അമ്പലങ്ങളിൽ രഥങ്ങൾ ഉണ്ടാകും. രഥത്തിന് ക്ഷേത്രത്തോളം പ്രാധാന്യം അവർ നൽകിയിരുന്നു. 1424 ക്ഷേത്രം പണിതെങ്കിലും 300-400 കൊല്ലമേ ആയിട്ടുള്ളൂ ഇവിടെ രഥം വന്നിട്ട്. കൽപ്പാത്തിയിലുള്ള എല്ലാ അമ്പലങ്ങളിലും രഥവുമുണ്ട്. ദേവൻ രഥപ്രയാണം ചെയ്ത് ഭക്തരുടെ വിഷമതകൾ മാറ്റിക്കൊടുക്കുന്നു എന്നതാണ് രഥം വലിക്കുന്നതിന് പിന്നിലെ വിശ്വാസം. തുലാമാസം 21 മുതൽ 30 വരെയാണ് രഥോത്സവം നടത്തുന്നത്. ആദ്യ ദിനം രഥാരോഹണം കഴിഞ്ഞതിനു ശേഷം സ്പെഷ്യൽ പൂജകൾ അമ്പലത്തിൽ നടത്തുന്നു. ഒടുവിലത്തെ 3 ദിവസമാണ് രഥപ്രയാണം. 3ാമത്തെ ദിവസം ശിവക്ഷേത്രത്തിലെ 3 രഥങ്ങളും പഴയ കൽപ്പാത്തി, ചാത്തപുരം എന്നിവിടങ്ങളിലെ ക്ഷേത്രങ്ങളിലെ ഓരോ രഥങ്ങളും ചേർന്ന് മൊത്തം 5 രഥങ്ങൾ ശിവക്ഷേത്രാങ്കണത്തിൽ വെച്ച് ഒരു സംഗമം നടത്തുന്നു. അതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമായി കണക്കാക്കുന്നത്.